നമസ്കാരം സുഹൃത്തുക്കളെ. മുഹമ്മദ് ഹാഷിഖ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് അതാണോ എന്നറിയില്ല. പക്ഷേ ഇയാൾ സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ 1-2 ദിവസങ്ങൾക്ക് മുമ്പേ പങ്കുവെച്ച അതീവ ഗുരുതരമായിട്ടുള്ള ചില വീഡിയോകളുണ്ട്. ഒന്ന് ഓർത്ത് നോക്കുക. ഞാൻ തന്നെ എത്രയോ കാലമായിട്ട് സോഷ്യൽ മീഡിയയെ ഇതുപോലെ വീഡിയോ ചെയ്യുന്നു. അതിൽ തന്നെ ഒറിജിനലായിട്ടുള്ള കണ്ടന്റ് ആണെങ്കിൽ കൂടിയും നമ്മുടെ സുരക്ഷാ സേനകളൊക്കെ അതിനകത്ത് അവരുടെ അവരുടെ കർത്തവ്യത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് സുരക്ഷാ സേനയുമായിട്ട് വന്നിരിക്കുന്നു, അതിൻ്റെ കൂട്ടത്തിൽ ആയുധമായിട്ടൊക്കെ ഇവർ നിൽക്കുന്ന ഒരു ഫോട്ടോ ഇട്ടാൽ പോലും അത് കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡിന് നിരക്കുന്നതല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാറ്റാറുണ്ട് പലപ്പോഴും. അങ്ങനെയുള്ളപ്പോൾ വരെയാണ് ഇതുപോലെ ഞാൻ കാണിച്ച ഈ മുഹമ്മദ് ഹാഷിഖ് എന്നൊക്കെ പറഞ്ഞ ആളുകൾ നിർമ്മിതമായിട്ടുള്ള വീഡിയോ, ആ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പിടിച്ച് തീഹാർ ജയിലിൽ ഇടേണ്ട കുറ്റകൃത്യമാണ് അവർ ചെയ്യുന്നത്. അതായത് നമ്മുടെ DRDO സ്ഥാപനമുണ്ടല്ലോ, അത് നമ്മുടെ പ്രതിരോധ സാമഗ്രികളൊക്കെ ഉണ്ടാക്കുന്ന സ്ഥാപനമാണ്, മിസൈൽ വരെ ഉണ്ടാക്കുന്ന സ്ഥാപനമാണ്, റോക്കറ്റും അതുപോലെ തന്നെ പല പ്രതിരോധ സംവിധാനങ്ങൾ ആയുധങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനമാണ് DRDO എന്ന സ്ഥാപനം. ആ സ്ഥാപനത്തിലെ ഒരു സയൻറ്റിസ്റ്റ്, ഒരു ശാസ്ത്രജ്ഞൻ, അദ്ദേഹം സംസാരിക്കുന്നു എന്ന തരത്തിലൊരു കൃത്രിമമായിട്ടുള്ള ഒരു AI വീഡിയോ നിർമ്മിക്കുന്നു. എന്നിട്ട് അയാൾ പറയുന്നു, ഇവിടെ ഓരോ അഗ്നി മിസൈലുകളും നിർമ്മിച്ച് കഴിയുമ്പോൾ അതിൻ്റെ കുന്തമുന ചാണകവെള്ളത്തിൽ മുക്കിയെടുക്കണം എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവരോട് പറഞ്ഞിട്ടുണ്ടെന്ന്. ഇത് കാണുന്ന, ഇത് കേൾക്കുന്ന സാമാന്യബോധമുള്ള ഏതൊരു വ്യക്തിക്ക് മനസ്സിലാവും അത് കള്ളമാണെന്ന്. അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന് പറയാം. ഇത് അറിഞ്ഞിട്ടും അതിൻ്റെ താഴെ കണ്ടിരിക്കുന്ന സുഡാപ്പികളായിട്ടുള്ളവർ, സുഡാപ്പികൾ മാത്രമല്ല 100% രാജ്യവിരുദ്ധരായിട്ടുള്ള കമ്മികളും അതിൽ കൊങ്ങികളുമൊക്കെ ഉണ്ട്. അവരൊക്കെ ഇത് ഫേക്ക് വീഡിയോ ആണെന്ന് അറിഞ്ഞിട്ടും അതിൻ്റെ താഴെ അങ്ങ് കമൻ്റ് അറുമാതിച്ച് തള്ളുകയാണ്. അത് അവർ ഈ നരേന്ദ്രമോദിക്കെതിരെയും ആ പാർട്ടിക്കെതിരെയും മാത്രമല്ല, അതിനെ മറ പറ്റിക്കൊണ്ട് ഒരു സമൂഹത്തിനെ തന്നെയാണ് ഇവർ അവഹേളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരം ചില കാര്യങ്ങൾ വരികയും അതിന് വലിയ റീച്ച് കിട്ടുകയും ഇതുപോലെ തന്നെ സുഡാപ്പികളും മറ്റും അതിനെ വലിയ രീതിയിൽ ആഘോഷിക്കുകയും ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും ദേശസ്നേഹികളായിട്ടുള്ളവർ ഇതിനെ എതിർക്കും. കാരണം അവർക്കറിയാം ഇങ്ങനൊരു സംഭവമേ ഇല്ല, ഇത് ഫേക്ക് വീഡിയോ. ഒരു ശാസ്ത്രജ്ഞനോടും നരേന്ദ്രമോദി അങ്ങനെ പറയില്ല, ഒരു സയൻറ്റിസ്റ്റും ഇങ്ങനെ വന്നിട്ട് മാധ്യമങ്ങൾക്ക് ബൈറ്റ് കൊടുക്കാനും പോലില്ല. അപ്പോൾ അങ്ങനെയൊരു കൃത്രിമമായിട്ടുള്ളൊരു വീഡിയോ നിർമ്മിക്കുന്നു, അത് സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുന്നു, അതിനെതിരെ പരാതിയാവുന്നു, പ്രശ്നമാവും എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഇവൻ വന്ന് മാപ്പ് പറയുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇന്ത്യ മഹാരാജ്യത്ത് കേരളത്തിൽ മാത്രം തുടർച്ചയായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണിത്. ഈ മനുഷ്യൻ ഉത്തർപ്രദേശിലായിരുന്നെങ്കിൽ ഇപ്പോൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ ജയിലിലായനെ. ഇതിനും ഏതാണ്ട് കഷ്ടിച്ച് ഒരാഴ്ച പോലും ആയിട്ടില്ല. അൻസാരി എന്ന് പറഞ്ഞ മറ്റൊരുത്തൻ നമ്മുടെ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളൊക്കെ സന്ദർശിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ സന്ദർശിക്കുന്ന ഒരു സന്ദർശന വേളയിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ട്രംപ് അടക്കമുള്ള രാഷ്ട്ര നേതാക്കൾ വന്നിട്ട് ഇങ്ങനെ തുപ്പിക്കൊടുക്കുന്നു. അദ്ദേഹം അതെടുത്ത് മുഖത്ത് തേക്കുന്നതായിട്ടുള്ളൊരു വീഡിയോ. ആ വീഡിയോ കാണുമ്പോഴേ അറിയാം അത് ഫേക്കാണ്, അല്ലെങ്കിൽ തന്നെ സാമാന്യ ബോധം കൊണ്ട് ചിന്തിച്ചാൽ മതി. അങ്ങനെ ഒരു വീഡിയോ സത്യമാണ് എന്ന് പറഞ്ഞിട്ട് ഈ അൻസാരി ഇടുന്നു. അതിനും ഇതുപോലെ തന്നെ BJPയുടെ കേരള നേതൃത്വമടക്കമുള്ളവർ കേസ് കൊടുത്തു. ഒരുപാട് BJPക്കാരും അതിനെതിരെ പ്രതികരിച്ചു, കേസ് പലയിടത്തും കൊടുത്തു എന്ന് പറയുന്നു. പക്ഷേ ഞാൻ ഇപ്പോൾ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്തും അവൻ ഏതെങ്കിലും ജയിലിലുണ്ടോ, സ്റ്റേഷനിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അവനൊരു പക്ഷേ അവൻ്റെ വീട്ടിലിരുന്നു കൊണ്ട് അവനെതിരെയുള്ള പോസ്റ്റും കമൻറ്റും ഒക്കെ കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ഇതാണ് ഇവിടെ തുടർച്ചയായിട്ട് രാജ്യവിരുദ്ധമായിട്ടുള്ള ഇതുപോലുള്ള വീഡിയോയും പോസ്റ്റുകളും ഉണ്ടാകാനുള്ള കാരണം. ഇവർക്ക് ഭയമില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ നിയമത്തിന് ഒരുപക്ഷെ ഭയം ഉണ്ടായിരിക്കും. കാരണം ആ നിയമത്തിൻ്റെ മുന്നിൽ അവർ എത്തപ്പെട്ടാൽ അവർ തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടും. പക്ഷേ അവിടേക്ക് അവർ എത്തപ്പെടുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെ എതിർക്കേണ്ടവർ ഇത് കൃത്യമായിട്ടും എല്ലാ പോയിൻറ്റോടു കൂടിയും ഈ വ്യക്തികൾക്കെതിരെ കേസ് കൊടുത്ത് അവരെ പൂട്ടാൻ ഉത്തരവാദിത്തപ്പെട്ടവർ അതിന് ശ്രമിക്കുന്നില്ല. അതുകൊണ്ട് അവർക്ക് പേടിയില്ല. ഇവിടുത്തെ BJP നേതൃത്വങ്ങളെയോ ഇവിടുത്തെ ജിഹാദികൾക്ക് സുഡാപ്പികൾക്ക് പേടിയില്ല എന്നാണ് ഇത് തെളിയിക്കുന്നത്. പക്ഷേ ഇതേ ആളുകൾ യോഗി ഭരിക്കുന്ന ഉത്തർപ്രദേശിൽ ചെന്നിട്ട് ഇത് കാണിക്കുമോ? ഇല്ല. അവൻ ചിലപ്പോൾ അവൻ്റെ മുട്ടുനാട് വെടികിട്ടും. പോണ വഴിക്ക് അവർ FIR ഇടുന്നത് ചിലപ്പം വേറെ രീതിയിലായിരിക്കും. അവനെ പിടിച്ചുകൊണ്ട് പോകുന്ന വഴിക്ക് അവൻ കുതിര ഓടാൻ ശ്രമിച്ചു, അവനെ കീഴടക്കാൻ വേണ്ടി മുട്ട് താഴെ വെടിവെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റക്കാലം ചൊണ്ടിയാടിക്കും അവനെ കൊണ്ട് കോടതിക്ക് മുന്നിൽ ഹാജരാക്കുന്നത്. അപ്പോൾ ഇത് വാർത്തയായിട്ട് പുറത്തേക്ക് വന്ന് കഴിയുമ്പോൾ പിന്നെ ഇതേപോലെ ഒരു പണി ചെയ്യാൻ മുതിരുന്നവൻ അവൻ്റെ ജന്മത്ത് ചെയ്യില്ല. കാരണം എന്താ? ഭയം. പലപ്പോഴും നമ്മൾ ഒരു ചൊല്ലി കേട്ടിട്ടില്ലേ, എപ്പോഴും ഈ ഉപദേശിക്കുന്നേക്കാൾ വലിയ ഗുണം ചെയ്യുന്ന കാര്യമാണ് 2 എണ്ണം പൊട്ടിക്കുന്നത് എന്ന് പണ്ടുള്ളവർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അത് ചില അവസരങ്ങളിൽ അത് ശരിയാണ്. ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർക്ക് ഭയം എന്താണ്, ഈ ശിക്ഷ കൊണ്ട് ഉണ്ടാവുന്ന ഭയം എന്താണ് എന്നവർക്ക് ബോധ്യപ്പെടുത്തണം.